ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ ആത്മീയ ഭോജ്യത്തിൽ ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം കടുക്. നമുക്കറിയാലോ, കടുകുമണി. കടുക് എത്ര കിടിലം എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പുളിമാവിൻ്റെ പുളകം. കടുക് എത്ര കിടിലം, പുളിമാവിൻ്റെ പുളകം. ഇതാണ് ശരിക്കും ഒരു അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നത്. ഇതാണ് ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം. ലൂക്ക 13-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് ദൈവരാജ്യവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞിരിക്കുന്നതാണ്. ദൈവരാജ്യത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവര്, ദൈവരാജ്യ അനുഭവത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവര്, അവരൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഈ 3 കാര്യത്തിലൂടെ ദൈവം നമ്മെ പഠിപ്പിക്കുക. ആദ്യത്തേത് ലൂക്ക 13-ൽ ഉള്ള 3 സംഭവങ്ങളാണ്. ആദ്യത്തേത് ഫലം തരാത്ത അത്തിവൃക്ഷം. 13-ാം അധ്യായം 6 മുതൽ വായിക്കുമ്പോഴാണ് ഫലം തരാത്ത അത്തിവൃക്ഷത്തെക്കുറിച്ചുള്ള ആ ഒരു കാര്യങ്ങൾ പറയപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാലോ, നമ്മളൊരു മരം വെച്ചാൽ ഫലം ആഗ്രഹിച്ചാൽ വെക്കുക, അല്ലെങ്കിൽ പിന്നെ വല്ലോ തണൽ മരമായിരിക്കണം. ഫലം കിട്ടാൻ വേണ്ടിയാണ് നാം മരം വെക്കുക. മാവാണേലും തെങ്ങാണേലും പ്ലാവാണേലും ഫലം കിട്ടണം. ഇവിടെ നമ്മൾ കാണുകയാണ്, കുറച്ച് വർഷങ്ങളായിട്ട് ഫലം നോക്കിയിട്ടൊന്നുമില്ല. യജമാനൻ പറഞ്ഞു, നമുക്കിത് വെട്ടിക്കളയാം. ഇതെന്തിനാ വെറുതെ നമ്മുടെ ഇത് സ്ഥലം വേസ്റ്റാക്കുക, വെട്ടിക്കളയാം. അപ്പോൾ പണിക്കാരൻ പറഞ്ഞൊരു കാര്യം, യജമാനെ നമുക്ക് ഈ വർഷം കൂടെ വെയിറ്റ് ചെയ്യാം, ഞാൻ അതിൻ്റെ ചൂടൊക്കെ ഒന്നുകൂടെ കളച്ച് ഇത്തിരി വളമൊക്കെ ഇട്ട് നോക്കാം, ഫലം തരുന്നെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് വെട്ടിക്കളയാം. അങ്ങനെ ആ ഒരു കാര്യം സംഭവിക്കുന്നത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. എന്താ ഇതിൻ്റെ ശരിക്കുള്ള സന്ദേശം? ഒന്ന്, ദൈവമക്കളായ നമ്മൾ ഫലം പുറപ്പെടുവിക്കേണ്ടവരാണ്. ഫലശൂന്യരായി കഴിയേണ്ടവരല്ല നമ്മൾ. അങ്ങനെ ജീവിച്ചാൽ നമുക്ക് സ്വർഗത്തിലെത്താൻ പറ്റില്ല. ഒരു താലന്തേ ഉള്ളോ? ഒരു താലന്ത് കൂടി ഉണ്ടാക്കണം. അവർക്കാണ് സ്വർഗത്തിന് അർഹതയുള്ളത് എന്ന് കർത്താവിൻ്റെ വചനം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ലൂക്കാ സുവിശേഷം തന്നെ 3-ാം അധ്യായം അതിൻ്റെ 10 മുതൽ വായിക്കുമ്പോൾ സ്നാപക യോഹന്നാന്റെ ആ ഒരു പ്രഘോഷണം, മുന്നറിയിപ്പ്, ഇതെല്ലാം അവിടെ കാണാൻ പറ്റും. സ്നാപകൻ വിളിച്ചു പറഞ്ഞൊരു കാര്യം, നല്ല ഫലം പുറപ്പെടുവിക്കാത്ത എല്ലാ വൃക്ഷവും വെട്ടി തീയിലെറിയപ്പെടും. അവിടെ വേറെ പരിഗണനകളൊന്നുമില്ല. നീ ഫലം പുറപ്പെടുവിക്കുന്ന വൃക്ഷമാണോ നിനക്ക് നിലനിൽക്കാം, ഫലമില്ലാത്ത വൃക്ഷമാണോ വെട്ടി തീയിലെറിയപ്പെടും. അത് നീ യുവാവാണേലും വിവാഹിതനാണേലും അവിവാഹിതനാണേലും സമർപ്പിതയാണെങ്കിലും പുരോഹിതനാണെങ്കിലും മെത്രാനാണെങ്കിലും ഫലം പുറപ്പെടുവിക്കുന്നില്ലേ, വെട്ടി തീയിലെറിയപ്പെടും. അതാണ് കർത്താവിൻ്റെ വചനം ലൂക്കാ സുവിശേഷം 3-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുക. 2 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 9 മുതൽ വായിച്ചാൽ അവിടെ ഒരു വലിയ സന്ദേശമുണ്ട്. ദൈവം ദീർഘക്ഷമ കാണിക്കുന്നു. പാപിയുടെ മേൽ കർത്താവ് നാശം വരുത്താതെ അവൻ വീണ്ടും മുമ്പോട്ട് പോകാൻ അനുവദിക്കുന്നത് ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ്. എല്ലാവരും രക്ഷപ്പെടണം എന്നുള്ള ഒരാഗ്രഹം ദൈവത്തിനുണ്ട്. അതാ 1 തീമോത്തി 2-ാം അധ്യായം 4-ാമത്തെ വചനം, എല്ലാവരും സത്യമറിഞ്ഞ് രക്ഷ പ്രാപിക്കണം. ഇനി അതിന് മാനസാന്തരപ്പെടേണ്ടവർ മാനസാന്തരപ്പെടണം, സത്യം അറിയേണ്ടവർ സത്യം അറിയണം, ധ്യാനം കൂടേണ്ടവർ ധ്യാനം കൂടണം, വചനം ഏറ്റെടുക്കേണ്ടവർ വചനം ഏറ്റെടുക്കണം, വചനം ഇരുന്ന് ധ്യാനിക്കേണ്ടവര് ധ്യാനിക്കണം. ഇനി അതിന് വിസമ്മതിക്കുന്ന വ്യക്തികൾ ഇന്നല്ലെങ്കിൽ നാളെ അതിലേക്ക് വരാമെന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ദൈവം ദീർഘക്ഷമ കാണിക്കുന്നത് എന്ന് പത്രോസ്ലീഹ വ്യക്തമാക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ബോധ്യം വന്നു കഴിഞ്ഞാൽ എത്രയും വേഗം നമുക്ക് ദൈവത്തിലേക്ക് തിരിയാൻ പറ്റും. തിരുത്തേണ്ടത് തിരുത്താൻ സാധിക്കും, ഏറ്റെടുക്കേണ്ടത് ഏറ്റെടുക്കാൻ സാധിക്കും. അങ്ങനെ സ്വർഗത്തിന് അർഹരാകാൻ നമുക്ക് പറ്റും. രണ്ടാമതൊന്ന് കടുക് മരത്തെക്കുറിച്ചാണ്. അത് നമ്മൾ കാണുന്നുണ്ട്. ഈ അധ്യായം തുടർന്ന് വായിച്ചു കഴിഞ്ഞാൽ ഇനി വരുന്നത് 2 കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ദൈവരാജ്യത്തെ താരതമ്യപ്പെടുത്താൻ, ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടി 2 കാര്യങ്ങൾ. ഒന്ന്, കടുകുമണി. നമുക്കറിയാലോ അത് എന്നാ ഉണ്ട്, കടുകുമണി. അത് പക്ഷേ നമ്മൾ പാകിക്കഴിയുമ്പോൾ അതൊരു ചെടിയായി മാറുന്നു, പിന്നെ അതൊരു ചെറിയ മരമായിട്ട് മാറുന്നു, ഷ്രബ്. ഇനി അതിൽ പക്ഷികൾക്ക് വന്ന് ചേക്കേറാൻ പറ്റും. അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുക. ഒരു കടുക് അതിന് എന്നാ വെയിറ്റ് ഉണ്ട്? നമ്മളൊക്കെ 70-80 കിലോ വെയിറ്റ് ഉള്ളവരായി മാറിയിട്ടും ആർക്കും ഒരു ഉപകാരവും ചെയ്യാതെ ഇരിക്കുന്നവരാണെങ്കിൽ എന്ത് പരിതാപകരം. ഒരു കടുക് അത് വളർന്ന് ഒരു മരമായി മാറിയപ്പോൾ പക്ഷികൾക്ക് വന്ന് അതിൽ അഭയം പ്രാപിക്കാൻ പറ്റി. എന്താ ഇതിൻ്റെ സന്ദേശം? നമ്മുടെയൊക്കെ കഴിവ്, ദൈവം തന്ന കഴിവ്, അത് നമ്മൾ വർദ്ധിപ്പിക്കണം, വളർത്തണം. എന്തിനു വേണ്ടിയാ? മറ്റുള്ളവർക്ക് അഭയമാകാൻ, മറ്റുള്ളവർക്ക് നാം ഒരു സഹായമായി മാറാൻ. അതിനുള്ളൊരു വിളിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ നിനക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെറിയ കാര്യങ്ങളൊന്നും അല്ലെന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട്.
മത്തായി 21 22 വായിച്ചു കഴിഞ്ഞാൽ ആ ഒരു കാര്യം നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം വളരണം. കടുകുമണിയോളമുള്ള വിശ്വാസമാണെങ്കിൽ പോലും അതിന് ഇത്രയും ചെയ്യാൻ പറ്റും. അത് വളരുകയും കൂടി ചെയ്യുകയാണെങ്കിൽ എത്രമാത്രം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. വി ക്യാൻ ബി വെരി പ്രൊഡക്റ്റീവ്. നമുക്ക് ഒരുപാട് ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ സാധിക്കും എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. മൂന്നാമത്തെ കാര്യമാണ് പുളിമാവിൻ്റെ കാര്യം. ഇത് നമുക്ക് വലിയൊരു പാഠം തരുന്നുണ്ട്. അത് നമ്മൾ പഠിക്കണം. ദൈവമക്കളായി നമ്മൾ ഒരു 4 കാര്യങ്ങൾ നമുക്ക് ഈ പുളിമാവിൽ നിന്ന് പഠിക്കാൻ പറ്റും. നിങ്ങൾ പുളിമാവ് അല്ലെങ്കിൽ ഈസ്റ്റ് അപ്പമൊക്കെ ഉണ്ടാക്കുന്നവര് ഈസ്റ്റ് ഇട്ട് അല്ലെങ്കിൽ കള്ളൊഴിച്ച് പൊടി കുഴച്ചു വെക്കുന്ന നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള കാര്യമാണ്. അവിടെ നടക്കുന്ന കാര്യം ഈസ്റ്റ് അവിടെ പ്രവർത്തിക്കുന്നത്, അതേക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു പാഠമുണ്ട്. ഈ ഈസ്റ്റ് പ്രവർത്തിക്കുന്നത് പോലെ ദൈവമക്കളായി നമ്മൾ പ്രവർത്തിക്കണമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈസ്റ്റ് നമ്മൾ ചെറിയ ഒരളവാണ് വലിയ ഒരളവ് പൊടിക്കകത്തേക്ക് ഇടാറുള്ളത്. ഇനി അങ്ങനെ ഇടുമ്പോൾ ഈസ്റ്റ് ഈ പൊടിയുടെ വലിപ്പം കണ്ട് ഭാരപ്പെടാറുണ്ടോ? അസ്വസ്ഥപ്പെടാറുണ്ടോ? പരാതി പറയാറുണ്ടോ? ഒന്നുമില്ല. ശാന്തമായിട്ട് അവിടെ കിടന്ന് അത് അതിൻ്റെ പണി ചെയ്യുന്നു. പുളിമാവ് മുഴുവനും അത് പുളിച്ചു പൊങ്ങുന്നതായിട്ട് നമ്മൾ കാണുന്നു. നമ്മുടെ കഴിവ് എത്ര കുറവാണേലും, നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം എത്ര വലുതാണേലും, നമ്മുടെ ദൈവത്തിൻ്റെ വലിപ്പം അതിനേക്കാൾ വലുതാണ്. അപ്പൊ ആ ഒരു ബോധ്യമുള്ളവർക്ക് ഈ പ്രശ്നമൊന്നും കണ്ട് പരിഭ്രമിക്കേണ്ട ഒരവസ്ഥ വരത്തില്ല. ഞാൻ ഒറ്റയ്ക്കല്ല, ദൈവം എൻ്റെ കൂടെയുണ്ട്. ഫിലിപ്പിയർ 4:13 വായിക്കുന്നത് എന്താണ്? എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തുവിലൂടെ എനിക്കെല്ലാം സാധ്യമാണ്. ഈ ഒരു കാഴ്ചപ്പാട് ഈ പുളിമാവിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. രണ്ടാമതൊരു കാര്യം, നമ്മൾ സാധാരണ ഈസ്റ്റ് ഇടുമ്പം അത് വളരെ ശ്രദ്ധിച്ച് ഒരെണ്ണം അവിടെ ഒരെണ്ണം ഇവിടെ, അല്ലെ കുരിശാകൃതിയിൽ ഒന്നുമല്ലല്ലോ, ചുമ്മാ വാരി അതിനകത്തോട്ട് ഇടുന്നു. ഈ പുളിമാവ് തിരിച്ചു ചോദിക്കുന്നുണ്ട്, അതെന്നെ ഇടിയിലായിരുന്നു, എന്നെ കൊണ്ട് ഇട്ടത് എവിടെയാ? ആ മൂലയ്ക്കാണ് കൊണ്ട് ഇട്ടെ, അങ്ങനെ ഇട്ടത് കൊണ്ട് ഞാൻ പ്രവർത്തിക്കുന്നില്ല ഒന്നും പറയാറില്ലല്ലോ. എവിടെ കൊണ്ട് ഇട്ടാലും അത് അവിടെ കിടന്ന് അതിൻ്റെ ജോലി ചെയ്യും. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, ബ്ലൂം വേർ യു ആർ പ്ലാന്റഡ്. നീ എവിടെയായിരിക്കുന്നോ അവിടെ ശോഭിക്കാൻ പരിശ്രമിക്കുക. നമ്മളിന്ന് അവരെന്നെ കൊണ്ട് ഇട്ടത് ശരിയായ സ്ഥലത്തല്ല, എനിക്ക് നിയമനം കിട്ടിയത് ശരിയായ സ്ഥലത്തല്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ നിരുന്മേഷനായിട്ട് കഴിയുക. ഇതൊക്കെ വെറും പൊളവാക്കുകളാണ്. സ്വയം ന്യായീകരിക്കുന്ന അർത്ഥമില്ലാത്ത ന്യായീകരണങ്ങളാണ്. അതിനേക്കാൾ നമുക്ക് നമ്മുടെ ജോലി ചെയ്യാനുള്ള ഒരു ദൃഢനിശ്ചയമുണ്ടെങ്കിൽ, അതിനുള്ള ഒരാത്മീയ പക്വത, വൈകാരിക പക്വത ഉണ്ടെങ്കിൽ എവിടെ വേണേലും നമുക്ക് നന്മ ചെയ്യാൻ പറ്റും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം, മൂന്നാമത്തെ കാര്യം നമ്മൾ കാണുന്നുണ്ട്. ഈസ്റ്റ് ഈ പൊടിക്കകത്തിട്ട് ഇളക്കി കഴിഞ്ഞാൽ ഈസ്റ്റിന് എന്ത് സംഭവിക്കും? പിന്നെ നമുക്ക് അതിനെ വേർതിരിച്ച് കാണാൻ പറ്റുമോ? ഇല്ല. പൊടിക്കകത്ത് അത് ഒന്നായി തീരുന്നു. അതിൻ്റെ ആ ഷേപ്പ്, വ്യക്തിത്വം അത് നഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ കാണുന്നുണ്ട്, ഒരു പ്രോസസ്സിലൂടെ കടന്നുപോയ പൗലോസ്ലിയായിക്ക് പറയാൻ പറ്റിയൊരു കാര്യം, ഞാനില്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഗലാത്യർ 2:20 നമ്മൾ വായിക്കുന്നൊരു കാര്യമാണ്, ഐ ഡോണ്ട് എക്സിസ്റ്റ്, ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ. ഒത്തിരി പേർക്ക് പറ്റുന്നത് ഞാൻ, ഈ ഒരു കാര്യമാണ് ഇങ്ങനെ ഉയർന്നു നിൽക്കുക. അതുകൊണ്ട് നമുക്ക് ഒരുപക്ഷെ ദൈവത്തെ അറിയാനും അനുഭവിക്കാനും പറ്റുന്നില്ല, മറ്റുള്ളവർക്ക് ഒരു അഭയമാകാൻ പറ്റാതെ പോകുന്ന ആ ഒരു അവസ്ഥയായിരിക്കാം. അതിപ്പോൾ നിങ്ങൾ ദമ്പതിമാരാണെങ്കിലും ജീവിത പങ്കാളിക്ക് ഒരു അഭയമാകാൻ തടസ്സമായി നിൽക്കുന്നതാണ് ഞാൻ എൻ്റെ എന്നുള്ള ആ ഒരു ചിന്ത. ഈഗോ ഹിറ്റായിട്ട് നമ്മൾ ജീവിക്കുന്ന, ചിന്തിക്കുന്ന, സംസാരിക്കുന്ന ഒരവസ്ഥ. അത് മാറിയാൽ മറ്റുള്ളവർക്ക് നമുക്ക് അഭയമാകാൻ പറ്റും. അവസാനമായിട്ട് നമ്മൾ പുളിമാവിൽ നിന്ന് പഠിക്കുന്ന മറ്റൊരു പാഠം കൂടിയുണ്ട്. ചിലപ്പോൾ നമ്മൾ കാണാറുണ്ട്, നമ്മളിത് കുഴച്ച് വെച്ചിട്ട് പോയി പൊടി ഈസ്റ്റൊക്കെ ഇട്ട് ഇത് കഴിഞ്ഞ് രാവിലെ വന്ന് നോക്കിയപ്പോഴത്തേക്കും കുറേ പുറത്തോട്ട് ചാടിക്കിടക്കുക എന്ന് പറഞ്ഞാൽ ഓവർഫ്ലോ ചെയ്തു. ഇത് ശരിക്കും പുളിച്ച സമയം കൊണ്ട് ഇത് മതി എന്നും പറഞ്ഞ് ഈസ്റ്റ് ചിന്തിച്ചെങ്കിൽ അവിടെ കൊണ്ട് നിന്നേനെ. പക്ഷെ അങ്ങനെയല്ല. ഈസ്റ്റിൻ്റെ ഒരു പ്രത്യേകത, അതിങ്ങനെ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കും, അവസാനം വരെ അത് പ്രവർത്തിക്കും. ശരിക്കും ഈ ഒരു ബോധ്യം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് വ്യക്തികളായി ഞാൻ ആവശ്യത്തിലേറെ പണിതു, ഇനി ഞാൻ റെസ്റ്റ് എടുക്കാൻ പോവാണ്, അങ്ങനെ പറയുമോ? അതല്ല, നമുക്ക് മരണം വരെ ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. മരണം വരെ. നമുക്കിപ്പോൾ ചെറുപ്പക്കാർ ചെയ്യും പോലെ പ്രായം ചെന്നവർക്ക് ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കും, പക്ഷെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഉണ്ടല്ലോ, അത് ചെയ്യണം. അത് വളരെ ആവശ്യമായൊരു കാര്യമാണ്. ഈ ഒരു ബോധ്യത്തിലേക്ക് വരാനും അതനുസരിച്ച് അനുഗ്രഹപ്രദമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ വേണ്ട കൃപയ്ക്കായി പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തവരാണ് നമ്മൾ. ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്നു. നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങളെല്ലാം ഈ അൾത്താരയിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് യാചിക്കുക. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവ് കൈക്കൊള്ളുന്നു എന്ന വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം.
യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.